കാർഷിക മേഖലയ്ക്ക് 1698 കോടി ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് അപ്പോഴും പരിഹാരമില്ല. നെല്ല് സംഭരണവും റൈസ് പാർക്കുമെല്ലാം വീണ്ടും അടഞ്ഞ അധ്യായമായി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ താങ്ങുവിലയിൽ 10 രൂപ മാത്രം വർദ്ധിപ്പിച്ച് 170 രൂപ ആക്കുകയാണ് ചെയ്തത്. കാർഷിക മേഖലയ്ക്ക് 1698 കോടി 30 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയെങ്കിലും റബ്ബർ കർഷകർക്ക് നിരാശ തന്നെയാണ് ഫലം. എങ്കിലും നേരിയ ആശ്വാസം നൽകി താങ്ങുവില 10 രൂപ മാത്രമാണ് ബജറ്റിൽ വർധനവുണ്ടായത്. നേരത്തെ 170 രൂപയായിരുന്ന റബ്ബറിന്റെ താങ്ങുവില ഇപ്പോൾ 180 എന്ന് മാത്രം. നാളികേര വികസനത്തിന് 65 കോടി രൂപ മാറ്റിവെച്ചെങ്കിലും താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ വലിയ തുക കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കർഷകർക്ക് പ്രയോജനമായി ഭവിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ബജറ്റിലും നെല്ല് സംഭരണത്തിന് തുക അനുവദിച്ചിരുന്നില്ല. പക്ഷേ അതിനു മുൻപുള്ള ബജറ്റുകളിലെല്ലാം നെല്ലു സംഭരണത്തിന്റെ കാര്യത്തിൽ പലവിധ പ്രഖ്യാപനങ്ങളുണ്ടായി. ബജറ്റിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും നെല്ലു സംഭരണം കഴിഞ്ഞ 4 വർഷമായി താറുമാറായ സ്ഥിതി തന്നെയാണ്. ചെറുകിട കർഷകർ, കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി കാലാവസ്ഥയ്ക്കിണങ്ങുന്ന കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമെന്നെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടെങ്കിലും ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. ജനം, തിരുവനന്തപുരം.